ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് തക്കാളി രസമാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: പഴുത്ത തക്കാളി വലുത് 4 എണ്ണം, തൂരപ്പരിപ്പ് 1/2 കപ്പ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കല്ലുപ്പ് 2 ടീസ്പൂൺ, വാളൻപുളി നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുള, കായം കടലയുടെ വലിപ്പത്തിലുള്ളത്, മല്ലിയില 1 പിടി, കറിവേപ്പില 4 തണ്ട്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ചുവന്ന മുളക് 2 എണ്ണം, വെള്ളം 6 കപ്പ്. ഇനി വാളൻപുളിയും കായവും 2 പാത്രങ്ങളിലായി കുതിർക്കാൻ വെക്കുക. തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെക്കുക. തുവരപ്പരിപ്പ് നല്ലവണ്ണം കഴുകി കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കുക. ഇത് ഉടയ്ക്കാൻ പറ്റുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇനി വേവിച്ച് വെച്ച പരിപ്പ് കൈയിലോണ്ട് നല്ലോണം ഇളക്കി ഉടച്ചെടുക്കണം. മുറിച്ച് വെച്ച തക്കാളി 4 കപ്പ് വെള്ളമൊഴിച്ച് മുളക് പൊടിയും കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. ഇനി കയ്യിലുകൊണ്ട് തക്കാളി എല്ലാം നല്ലോണം ഉടയ്ക്കുക. ഇനി 2 കപ്പ് വെള്ളം ചേർത്ത് മല്ലിപ്പൊടിയും വാളൻപുളി പിഴിഞ്ഞതും കുതിർത്ത കായവും ചേർത്ത് 2-3 മിനിറ്റും കൂടി തിളപ്പിക്കുക. ഇനി ഉടച്ചെടുത്ത പരിപ്പും കൂടെ ചേർത്ത് 2 മിനിറ്റും കൂടെ തിളപ്പിക്കുക. ഇനി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് തിളപ്പിക്കുക. 10 സെക്കൻഡ് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും മുളകും പൊട്ടിക്കുക. ഇനി പാനിൽ വറുത്തെടുത്തത് കറിയിലേക്ക് ഒഴിക്കുക. ഇത് ചൂടോട് കൂടിയാണ് കഴിക്കേണ്ടത്. ചോറിൻ്റെ കൂടെയാണ് നല്ലത് കഴിക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.